പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്തു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, സിറിഞ്ച് അത് കാലിൽ ഇരുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു പരാതി ആശുപത്രി അധികൃതർക്കെതിരെ എത്തിയിരിക്കുന്നു. പോലീസ് നടപടി എന്താണ്? ഇന്ന് രാവിലെയാണ് ആ കുഞ്ഞിന്റെ പിതാവ് പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിയാരം പോലീസ് നിലവിൽ ഈ കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, അതോടൊപ്പം തന്നെ സ്റ്റാഫ് നഴ്സ് എന്നിവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇവരുടെ പരാതിയിൽ പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വാക്സിൻ ഇഞ്ചക്ഷൻ നൽകിയ ഘട്ടത്തിൽ അതിന്റെ സൂചി ഈ കുഞ്ഞിന്റെ കാലിൽ തുളച്ചു കയറി. അത് പിന്നീട് മറ്റൊരു ആശുപത്രിയിൽ നിന്നാണ്, ആശുപത്രിയിലെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പഴുപ്പ്, കുട്ടിയുടെ കാലിൽ പഴുപ്പ് കണ്ടെത്തിയതിനു ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അത് വേണ്ട രീതിയിൽ പരിശോധിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പിതാവിന്റെ പരാതിയിൽ പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സമാന്തരമായി ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 4 അംഗ സമിതിയെ ഈ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ അന്വേഷണവും നടത്തി. അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ നടപടിയിലേക്ക് പോകും. ഇനിയിപ്പോൾ ഈ ഡോക്ടറുടെയും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫ് നഴ്സുമാരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായും തുടർ നടപടികൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ കരുതുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിലാണ് പിതാവിന്റെ പരാതിയിൽ കുഞ്ഞിന് നേരിട്ട ദുരിതം. അതിൽ പിതാവ് പരാതിപ്പെട്ടിരുന്നു. പോലീസ് കേസെടുത്തിരിക്കുന്നു. ഡോക്ടർക്കും നഴ്സിംഗ് സ്റ്റാഫിനും എതിരെ.